അപ്പൊ നമ്മളെ സർബത്ത് എങ്ങനെയുണ്ട്? സർബത്തട്ടോ സൂപ്പറല്ലേ? ബാക്കിയുള്ള പറഞ്ഞിട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും TPM കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ യൂസ്ഫാക്ക, ഇന്നത്തെ ഐറ്റം എന്താണ്? സ്പെഷ്യൽ ഐറ്റം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണാണ് മുഹബത്ത് കാ സർബത്ത്. മുഹബത്തുള്ള സർബത്ത്. അതായത് പഴയ കാലത്ത് ഇപ്പോഴൊന്നല്ല, മുമ്പ് കേരളത്തിലല്ലാന്നാ തോന്നുന്നത്, ഡൽഹിയിലാണെന്നാ തോന്നുന്നത്. ഈ കുടുംബത്തിനോടും ഭാര്യനോടും കുട്ടികളോടും ഒന്നും കൂടുതൽ സ്നേഹമില്ലാത്തവർക്ക് ഈ സർബത്ത് കുടിച്ചതിന് ശേഷമാണ് മുഹബത്ത് വന്നത്. അതായത് പ്രണയം സ്നേഹം വന്നത് അങ്ങനെയെന്നാ പറഞ്ഞിട്ടാ നമ്മൾ കേട്ടറിവാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണതാണ് ആ സർബത്ത്, മുഹബത്ത് കാ സർബത്ത്. അപ്പൊ അതിന്റെ ചേരുവകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. അഫ്സല, ഇത് അതിന്റെ തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ അതിന്റെ ചേർക്കേണ്ട സാധനം കേട്ടോ. പിന്നെ ഇതിൽക്കുള്ള ഇതാ റൂഹബ്സാണ്. പിന്നെ അതിൽക്കുള്ള കട്ടപ്പാല് നമ്മൾ ജ്യൂസ് അടിച്ചത്. അപ്പൊ അതിൽ കൂടെ ഈ ഒരു പാലും കൂടെ ഒക്കെ ചേരും. അപ്പൊ മൂന്നായില്ലേ. പിന്നെ ഇത് നമ്മള് ഇതാ പഞ്ചസാര നല്ല ജ്യൂസ് മിക്സറിൽ ഇട്ടിട്ട് കുറഞ്ഞ വെള്ളം ചേർത്ത് അടിച്ച ഷുഗർ സിറപ്പ്. പിന്നെ അത് കറുത്ത കസകസാണ് വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ. പിന്നെ അതിക്ക് ചേരുവയാണ് ഐസ്ക്രീം, വാനിലന്റെ ഐസ്ക്രീം. അപ്പൊ ഇതൊക്കെ കൂടെ ചേരുവ. പിന്നെ നമ്മൾ ഇടാൻ പോണത് ഐസാണ്, ആ വെള്ളത്തിൽ ഐസ്. അപ്പൊ അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോണത്. അതാണ് റുഹബ്സ, നമ്മളെ സൂപ്പർ മുഹബത്ത് കാ സർബത്ത്. ഓക്കെ, അത് റെഡിയാക്കാൻ പോട്ടോ. ഈ സംഭവം എന്ന് വെച്ചാലേ വർഷക്കാലത്തും വേനൽക്കാലത്തും കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. മുഹബത്ത് കാ സർബത്ത്. ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ റൂഹബ്സാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ അതിനുള്ള ഇത് ടേസ്റ്റ് കൊടുക്കുന്നത്. പഴയ കാലത്തൊക്കെ ഇത് നന്നായി കുടിച്ചാൽ ക്ഷീണം മാറും, വിശപ്പ് മാറും ഈ സംഭവം. നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ടിട്ടോ, നന്നാ പൊടിക്കട്ട് കണ്ട. ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഉരുളിലേക്ക് മാറ്റും. ഇന്ന് നമ്മള് മുഹബത്ത് കാ സർബത്ത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ കുടുംബത്തിലേ ഉമ്മാനെ ഉപ്പാനൊക്കെ നല്ലോണം സ്നേഹിക്കണ്ട. എന്നാൽ സ്നേഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇവിടെ ഒന്നല്ല, അങ്ങ് ഡൽഹിയിൽ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഹബത്ത് കാ സർബത്ത് കുടിച്ചതിന് ശേഷം അവരുപ്പാനെയും ഉമ്മാനെയും പെങ്ങന്മാരെയും ഭാര്യന്മാരെയും എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് നമ്മളിവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോണത്. എന്താണ് അതിന്റെ പേര്? അയ്യവ. ഇത് എവിടുന്ന് വന്നാന്നറിയോ? ഇത് കേരളത്തിൽ നിന്നല്ല. ഇതിന്റെ ഉൽപാദനം ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് ഇതിന്റെ ഉത്ഭവം. അവിടുന്നാണ് ഇത് വന്നിട്ടുണ്ട് ഈ സംഭവം. അങ്ങനെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവാണ് മുഹബത്ത് കാ സർബത്ത്. അപ്പോൾ നമ്മൾ ഏത് വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിൽ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ചേരുന്നുണ്ട്. അതിൻ്റെ മുറ പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനം വരയിലിങ്ങനെ കുത്തി കലക്കണമായിട്ട് ഒന്നുള്ളത്. ഇത് കുറച്ച് പണിയുണ്ട്, അതിൻ്റെ ചേരുവകളുണ്ട്, ചിലവുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഒന്നും കൂടെ പറഞ്ഞേ. കലക്കി പൊളിച്ച്. അപ്പൊ നിങ്ങള് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ശരീരത്തിൽ ഒരു എനർജി വേണം പോവാനും. ആ വലിയ ബാഗൊക്കെ തൂക്കാനുള്ളതല്ലേ പുറത്ത്. അപ്പൊ അതിനുള്ള ആരോഗ്യങ്ങൾ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ചെയ്യാൻ പോണത്. നിങ്ങൾ നന്നായിട്ട് തീറ്റിച്ചിട്ടും നന്നായിട്ട് കുടിപ്പിച്ചിട്ടും ജ്യൂസ് പാക്ക് കൊണ്ട് പോകുള്ളൂ കേട്ടോ. ഓക്കെ, ആ സ്കൂൾ തുറന്നതൊക്കെ ഉണ്ടാവും, എന്നും ഉണ്ടാവും ഇപ്പൊ കേട്ടോ. അപ്പൊ ഓരോ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ആ സ്കൂൾ തുറന്ന് നേരെ കണ്ടുപോരുക. സ്കൂള് പോകുമ്പോൾ നല്ല ഉഷാറിൽ പോവുക, ഒരു മടിയും കാണിക്കരുത്. ഈ മുഹബത്ത് കാ സർബത്ത് അങ്ങനെ പല ഐറ്റം ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കും. അപ്പോൾ ആ ഉഷാറിൽ പോകണം. ഒരു ദിവസം പോലും സ്കൂളിൽ ലീവാക്കരുത്. നന്നായിട്ട് പഠിക്കണം, നല്ല കുട്ടികളായിട്ട് വളരണം, രക്ഷകർത്താക്കളെ അനുസരിക്കണം. മനസ്സിലായോ?
അവരെന്ത് പറഞ്ഞതും നിങ്ങൾ അനുസരിക്കണം കേട്ടോ. അവർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് വാർത്തയൊക്കെ ഇല്ലേ. അപ്പം നിങ്ങളെ കണ്ടില്ലാന്ന് നടിക്കരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കുക, ജീവനോളം സ്നേഹിക്കുക. നിങ്ങളെങ്ങനെ വളർത്തിയെത്തുന്നത് നോക്കിയിട്ടല്ലേ. അപ്പം അതേപോലെ തിരിച്ചിട്ട് അങ്ങോട്ടും സ്നേഹിക്കുക. ഓക്കെ, റെഡി ആകാൻ പോകട്ടോ. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഐസാണ് ഞാൻ ഇടാൻ പോണത്. കട്ട് ഐസ് എല്ലാം മൊത്തത്തിലായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഐസ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോണത് നമ്മളെ പഞ്ചസാര ജ്യൂസ് അടിച്ചത് കേട്ടോ. സിറപ്പ്, പഞ്ചസാര സിറപ്പ് കേട്ടോ. ജ്യൂസ് അടിച്ചാണ്, പഞ്ചസാര ജ്യൂസ് അടിച്ചോ. മധുരം എങ്ങനെ കണക്കായിട്ടിടാം, അതെങ്ങനെയായിട്ട് ഇടാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒഴിക്കാൻ പോണത് പാലാട്ടാ, കട്ടപ്പാല് ആണ്. ഇത് പാല്, മിൽമ പാല്, ഏത് പാല് നിങ്ങൾക്ക് നടക്കൂട്ടാ. പാക്കറ്റ് പാല്, അതേപോലെ പിന്നെ നമ്മളെ അമൂൽ ഗോൾഡ്. പിന്നെ ഇടാൻ പോണ എന്താ പറയാ, കസുകസ്, കറുത്ത കസുകസ് വെള്ളത്തിലിട്ടാട്ടാ. അത് ഒഴിക്കാൻ പോണ്ടിട്ട് ഇതില് ഒഴിക്കല ഇടാ. ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പാണ് സംഭവം. അത് മതി. 150 ഗ്രാം ഐസ്ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. വാനില ഐസ്ക്രീമാണ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എല്ലാവർക്കും കാണാം ട്ടോ. അത് ഞാനിതിലേക്ക് ചേർക്കാൻ പോവാണ്. ഏകദേശം ഒരു 3 സ്പൂൺ കണ്ടിട്ട് ചേർക്കും. 3 കയ്യിലുണ്ടോ ഈ കയ്യിലാണ് ചേർക്കാൻ പോണത്. വല്ലാത്തൊരു സംഭവമായിട്ട് ഈ സാധനം. 1 അത് പാകത്തിന് ചേർക്കട്ടോ. നോക്കാം. ആഹാ, സൂപ്പർ ആയിക്കണം. ഇപ്പൊ നമ്മള് 3 കയ്യിലായിട്ടോ. 3 കയ്യിലായി. അത് വലിയ കയ്യില, സ്പൂണൊന്നുമല്ല. ഏത് തണുപ്പിനും ചൂടിനും കഴിക്കാൻ പറ്റിയൊരു സാധനമായിട്ടത്. എപ്പോഴും കുടിക്കാൻ കിട്ടും. ഏറ്റവും നല്ല സാധനമാണ്. ഇതില് മായമില്ല, ഒന്നുമില്ല. നല്ല പ്യൂർ സാധനമാണ്. നല്ല തണ്ണിമത്തന്, അതേപോലെ നമ്മളെ വലിയ തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ ഇതാവും. ഇത് ഇറാനി മത്തനാണ്. ഇപ്പൊ ഈ മറ്റേ ചെറുമത്തന്, വലിയ തണ്ണിമത്തന് മൂത്തിട്ടില്ല, അത് വെള്ള കളറാണ്. അപ്പൊ അതിൽ നല്ല ഇറാനി എടുത്ത് അത് കുറച്ചുകൂടെ കളർ എടുത്തിട്ടുണ്ട്. ഇതെപ്പോഴും വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന കേട്ടോ. ഇതില് നമുക്ക് വീണ്ടും കുറച്ച് ഇതിടാം. കുറച്ച് ഞാൻ തന്നെ ആദ്യമായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പറാ. അപ്പൊ അപ്സര, കുട്ടികൾക്കൊക്കെ വേണ്ട മാതിരിയാണ് കൊടുത്താ. എത്ര ഗ്ലാസ് വേണം അത് ചോദിക്കണ കൊടുത്താ. ഇഷ്ടം പോലെ ഉണ്ട് സാധനം. ഇനി അവിടെ കുട്ടികളുണ്ടാ അവിടെ ഒഴിച്ചെന്ന് കുടിച്ചോളിട്ടാ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തരൂട്ടാ. കണ്ടുപോയിക്കോളൂ. ഇട്ടോടെ കണ്ടുപോയിക്കോളൂ. അപ്പൊ എന്താണ് എന്നിട്ട് ഞാൻ ചോദിക്കും. എല്ലാവർക്കും കൊടുക്കും. ആ ചോട്ടിന് കൊടുക്കും കേട്ടോ. ഏറാണ്ട് പോയിക്കോ, ഇല്ലട്ടോ, വീഴാതെ പോയിക്കോ. അപ്പൊ നമ്മളെ സർബത്ത് എങ്ങനെ ഉണ്ട്? സർബത്തട്ടോ ബാക്കിയുള്ള പറഞ്ഞെടുത്തോ. ഓക്കെ ഓക്കെ.